ഈ ഒരു ചെമ്പരത്തി നമുക്ക് കുറച്ച് ഇലയും അതിൻ്റെ കൂടെ നീ പൂവ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ പൂവ് എടുത്തോളൂ. ഇനിയിപ്പോൾ പൂവില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് എടുക്കാതിരിക്കണ്ട. ഞാനിപ്പോൾ 2 പൂവ് ഇവിടെ ഉണ്ട് വിരിഞ്ഞിരിക്കണം, അത് എടുത്തതാണ്. അപ്പോൾ ഇതാ ചെമ്പരത്തിയും പൂവും ഒക്കെ ആയിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പലതരത്തിലുള്ള കെമിക്കലുകൾ ചേർന്നിട്ടുള്ള അതൊക്കെ തേച്ചും ഒക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ നാട്ടിലും വീട്ടിലും അടുത്ത വീട്ടിൽ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹെയർ പാക്കൊക്കെ ഒന്ന് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇലകളൊക്കെ ഈരി അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്ത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പൂവൊക്കെ എടുത്തിട്ടുണ്ട്. പൂവും എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു ഉലുവ ഉണ്ടല്ലോ, ഉലുവ വെള്ളത്തിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം വെള്ളത്തിട്ടതാണ്. പക്ഷെ പെരിഞ്ചീരകം വെള്ളത്തിട്ടതിൻ്റെ വെള്ളത്തോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പെരിഞ്ചീരകം ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അരവ് പോരല്ലോ, ഇങ്ങനെ നമുക്ക് ഇത്ര തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മളെടുത്ത് സ്റ്റോറുണ്ട്. ആ ഒരു ഉലുവ പെരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിൻ്റെ പേരിൽ ഈ ഒരു നമുക്കിത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടൂല എന്നുള്ളതിൻ്റെ പേരിലാണ് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് അരഞ്ഞ് നല്ല ഫൈനായിട്ട് അരഞ്ഞെന്ന് കാണുമ്പോൾ നമുക്കിതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആ ഒരു പെരിഞ്ചീരകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകത്തിൽ സോൻഫിലോ, വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ മുടി വളർച്ച അതുപോലെ തന്നെ രോമങ്ങളുണ്ടല്ലോ, രോമങ്ങളൊക്കെ നല്ലോണം വളരാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പെരിഞ്ചീരകം. അപ്പോൾ അതിനൊക്കെ നല്ലോണം ശക്തമായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും ഈ ഒരു പെരിഞ്ചീരകത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെരിഞ്ചീരകം വെള്ളത്തിട്ട വെള്ളം കൂടെ നമ്മൾ കളയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമുക്ക് പോഷകങ്ങളുടെ കുറവ് കാരണമൊക്കെയാണല്ലോ നമ്മളെ മുടി കൊഴിഞ്ഞ് വീഴാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് ഈ ഒരു പെരിഞ്ചീരകത്തിലൂടെ കഴിയും. പെരിഞ്ചീരകത്തിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം അതുപോലെ തന്നെ സോൻഫിലോ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെരിഞ്ചീരകം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എണ്ണ കാച്ചുന്നതിലൊക്കെ പെരിഞ്ചീരകം ചേർക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ അധികം ആളുകളും ചേർക്കാറില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ ഈ ഒരു പെരിഞ്ചീരകം മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് കുറച്ച് കറിവേപ്പില, ആറിവേപ്പില, കറ്റാർവാഴ, കോക്കനട്ട് വെളിച്ചെണ്ണ, ഇനി സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ മുടി കറക്കാനും മുടി മുട്ടോളം പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമുക്ക് രാവിലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 8-10 മിനിറ്റ് മുമ്പ് തലയിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സാധാ വലിയൊരു ഇതൊന്നുമില്ലാത്ത വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു സാധനം കൂടിയാണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം ഉണ്ടാക്കിയതാണെങ്കിൽ അത് അങ്ങനെ കുഴമ്പ് രൂപത്തിലുള്ള അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഏറ്റവും നമ്മളെ മുടിക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമാണ് കേട്ടോ തേക്കേണ്ടത്. എല്ലാ ദിവസവും തേക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും. നമ്മൾ ഏത് വെളിച്ചെണ്ണ എന്താണോ തലയിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അതുപോലെ തന്നെ നമുക്ക് ഉലുവ സാധാരണ മുടി കൊഴിച്ചിൽ തടഞ്ഞ് അതിവേഗം മുടി വളരാനും സഹായിക്കുന്നൊരു സംഭവമാണല്ലോ ഉലുവ. പ്രോട്ടീനുകൾ കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ അതിൻ്റെ ഒക്കെ സവിശേഷതകൾ ഒരുപാടുള്ള ഈ ഒരു ഉലുവ ഉണ്ടല്ലോ നമ്മളെ മുടിയുടെ ആരോഗ്യത്തിന് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കേണ്ടി. നിങ്ങൾക്ക് എത്ര തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ പോയി മുടി പെട്ടെന്ന് അതിവേഗം വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഉള്ളോട് കൂടി ഇനി കൊഴിഞ്ഞു പോയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെരിഞ്ചീരകം തന്നെ മതി. പിന്നെ ഉലുവയും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ
അരച്ചെടുത്തപ്പോൾ അതാ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ വെള്ളം അവിടെ ചിന്തിപ്പോയി. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ ലേശം കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. കാരണം നമ്മളിത് തലയോട്ടിയിൽ പുരട്ടാനുള്ളതാണല്ലോ. അപ്പോൾ തലയോട്ടിയിൽ പുരട്ടാനാകുമ്പോൾ ഒരു സ്കാൽപ്പിലേക്കൊക്കെ ഇതിൻ്റെ നീരിറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് നമുക്ക് എന്നിപ്പോൾ ഇത് ചെയ്യാനൊക്കെ നമുക്ക് മടിയാണല്ലേ. എന്നിപ്പോൾ ഇതിങ്ങനെ ചെമ്പരത്തി എടുക്കുക, അതുപോലെ തന്നെ പെരിഞ്ജീരകം ഉലുവൊക്കെ വെള്ളത്തിടാനൊക്കെ നമ്മൾ മറന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടിയാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ അളവിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ലേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇതിൻ്റെ ഈ ഒരു കുഴമ്പ് എടുത്താൽ തന്നെ നമുക്കത് ലേശം വെള്ളം കൂട്ടി ലൂസാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ദിവസം 4 ദിവസമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു പാക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടൻ ചായൻ്റെ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി ചായ കാച്ചി കുടിക്കുന്ന ആളുകളാണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക് പിന്നെ ചായ ഇല്ലാത്ത പരിപാടിയല്ല. അപ്പോൾ ഈ ചായ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നത് വലിയൊരു ഗുണമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും പക്ഷെ നമ്മളെ തലമുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മളെ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് തേയില. അപ്പോൾ ആ ഒരു തേയില എൻ്റെ ചായ നമ്മൾ ദിവസവും രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു 1/4 ഗ്ലാസ് തേയില വെള്ളം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ഒരു പാക്ക് എടുക്കുക, ഈ ഒരു കുഴമ്പെടുത്തിട്ട് നല്ല കുഴമ്പ് പോലെയാണല്ലോ നിൽക്കുന്നത്. കാരണം ആ ഒരു ഉലുവൻ്റെ കൊഴുപ്പും ഒക്കെ കൂടി ചെമ്പരത്തിൻ്റെ കൊഴുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കുഴമ്പ് രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചെടുക്കുക, എന്നിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടെ കലർത്തിയിട്ട് ഡെയിലി തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 2-3 പ്രാവശ്യം തേക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് തേക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ കുളിക്കണേൻ്റെ കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്യാറ് സാധാരണ എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ആ ഒരു എണ്ണ തലയിൽ കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുഴമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ, ചുരുങ്ങിയത് അരമണിക്കൂർ, ഏറി വന്നാൽ ഒരു മണിക്കൂറെങ്കിലും തലയിലൊന്ന് നല്ലോണം സ്കാപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നല്ല തണുപ്പായിരിക്കും കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് നല്ലോണം സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നല്ല ആവശ്യത്തിനുള്ള തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കളയുക. പിന്നീട് ഇതിനൊരു താളി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തലമുടിയിൽ താളി, സോപ്പ്, അതുപോലെ തന്നെ ഷാമ്പൂവിനൊന്നും ആവശ്യമില്ല നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പരത്തി പൂവ് ഇലയൊക്കെ പറിക്കാൻ വേണ്ടി പോയ സമയത്ത് ഋതു ഇവിടെ ഭയങ്കര കളിയിലാണ്. നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രായത്തിൽ പിന്നെ ചൂടൊന്നും പ്രശ്നമില്ലല്ലോ, അവർക്ക് പിന്നെ എത്ര ആയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.